ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ മൂവിയായ ഋഷഭ ഇന്ന് കാണാൻ പോയിരുന്നു. അപ്പോൾ ആ മൂവിയുടെ റിവ്യൂ ആണ്. ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദകിഷോറാണ്. ഋഷഭ എന്ന് പറയുന്ന മൂവി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ സ്കെയിൽ ചെയ്ത് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരു പ്രൈമറി ലാംഗ്വേജ് ഓഫ് ദിസ് മൂവി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, തെലുങ്കാണ്. ഇത് കന്നഡ, തമിഴ്, മറ്റ് കുറെ ഭാഷകളിലും ഈ മൂവി ഇറങ്ങുന്നുണ്ട്. അപ്പൊ പാൻ ഇന്ത്യൻ മൂവിയാണ്. ഓൾമോസ്റ്റ് ഈ മൂവി കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ആവറേജ് മൂവി ആയിട്ടാണ്. കുഴപ്പമില്ല, മൂവി കണ്ടുകൊണ്ടിരിക്കുക, അത്ര തന്നെ. നമ്മൾ മുന്നേ കണ്ട കുറെ മൂവീസ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ആവും. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ഈ മൂവി. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കുറെ മൂവീസുമായിട്ട് ഒരു ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് അത്ര പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും മൂവി കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. നല്ല എക്സ്പീരിയൻസ് ആണ്. ഫാന്റസി ആക്ഷൻ ഡ്രാമ ജോണറിൽ നമ്മൾ മുന്നേ കുറെ മൂവീസ് കണ്ടിട്ടില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ് ഈ മൂവി പോണത്. ഇത്ര വെറൈറ്റി അല്ല, നമ്മളൊരു തെലുങ്ക് മൂവി കണ്ടിരിക്കണ ഒരു ഫീൽ എന്തായാലും ഇതിൽ കിട്ടും. കാരണം അതേപോലെയാണ് ഒരു മൂവിയുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ മുന്നേ കുറെ ഇതേപോലത്തെ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം, പിന്നെ പുനർജന്മം, പിന്നെ ഇന്നത്തെ കാലഘട്ടം, മുന്നുള്ള ആൾക്കാർ പിന്നെ പുനർജനിച്ച് ഇന്ന് ജനിക്കുന്നു, അങ്ങനെ കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ പിന്നെ അച്ഛനും മകനുമായിട്ടുള്ളൊരു ഒരു ക്ലാഷ്, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ലാലേട്ടൻ്റെ ഫൈറ്റ് ഉണ്ട്. ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച പയ്യന്റെ ഫൈറ്റ് സീക്വൻസ്. അങ്ങനെ VFXന്റെ കാര്യം നോക്കുക വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല VFX ആയിരുന്നില്ല. ഈ രാജഭരണ കാലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. VFX അത്ര ക്ലിയർ ആയിരുന്നില്ല. ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, അപ്പോൾ VFX കുറച്ചും കൂടി അടിപൊളി ആക്കായിരുന്നു. പക്ഷെ ഓക്കെയാണ്, നമുക്ക് എന്നാലും ഫീൽ ചെയ്യും ആ VFX ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. നമുക്ക് കുറെ സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മൂവിയുടെ ലെങ്ത് വരണത് ഒരു 2 മണിക്കൂറാണ്. 2 മണിക്കൂർ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇതിൽ ലാലേട്ടൻ്റെ ആക്ടിങ് അത്യാവശ്യം നന്നായിരുന്നു. ലാലേട്ടൻ ഫൈറ്റ് സീക്വൻസിനൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നു ഇതില്. അപ്പോൾ മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ.